എഡ്യൂക്കേഷൻ ഹബ്ബായി അറിയപ്പെടുന്ന നമ്മുടെ പാലായിൽ ഒരു പ്രൊഫഷണൽ മ്യൂസിക് അക്കാദമി കൂടി. സംഗീതവും സംഗീതോപകരണങ്ങളും ഓൺലൈൻ വഴിയും നേരിട്ട് പഠിക്കുവാനും ഓഡിയോ റെക്കോർഡിങ്ങിനും 30 വർഷത്തെ പ്രവർത്തന പരിചയവുമായി ഷിബൂസ് മ്യൂസിക് അക്കാദമി പാല. പ്രായഭേദമന്യേ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഹ്രസ്വചിത്രങ്ങളിലൂടെയും നാടകങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും ശ്രദ്ധേയനായ ഷിബു വിൽഫ്രഡാണ്. സാർ സ്വാഗതം. വർഷങ്ങളോളം പ്രവാസിയായിരുന്ന താങ്കൾ എങ്ങനെയാണ് ഈ കലാരംഗത്ത് എത്തിയത്? പ്രവാസ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കലാപരമായിട്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു, സംഗീതം പഠിക്കുമായിരുന്നു അന്നും. അതുപോയിട്ട് ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. ശരിക്കും ഞാനൊരു കലാകാരൻ എന്ന് പറഞ്ഞാൽ സംഗീതജ്ഞനായിട്ടല്ല. ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, അത്ലറ്റ് ആയിരുന്നു. അപ്പം ഒരു 19 വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടി. 6 മാസം അത് കഴിഞ്ഞിട്ടാണ് ചാടിപ്പോയതാണ് ഗൾഫിലേക്ക്. പക്ഷെ അതേസമയം സ്പോർട്സ്മാൻ ആയിട്ടുള്ള എല്ലാ കായിക പരിപാടിയുടെ ഇടയിലും ഈ സംഗീതം കൊണ്ട് നടക്കുമായിരുന്നു. അന്ന് ശാസ്ത്രീയ സംഗീതം പഠിക്കാനും വയലിനൊക്കെ കുറച്ച് പഠിക്കും, പക്ഷേ ഡ്രംസ് പഠിക്കും, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു. കീബോർഡ്സ്, ശാസ്ത്രീയ സംഗീതം കുറേ പഠിച്ചു. പൊൻകുന്നം ജോസാർ എന്നൊരു സാറിൻ്റെ പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകാൻ അവസരം കിട്ടിയതും അങ്ങനെ ഗൾഫിലേക്ക് പോയതും. പക്ഷേ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഗാനമല്ലോ നാടകത്തിലേക്കാണല്ലോ ആദ്യം തിരിഞ്ഞത്? അല്ല, ആദ്യം സംഗീതം തന്നെയാണ്. അപ്പൊ സംഗീതത്തിലേക്ക് തിരിച്ചതെന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. അതായത് ഗൾഫിലെത്തിയപ്പോൾ ഒരു പെയിന്റ് ഇൻഡസ്ട്രിയിലെ ഒരു ജോലിയായിരുന്നു. ആ ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം. നമ്മളെല്ലാവരും വിട്ടുപോയതല്ല. അപ്പോൾ തിരിച്ചു പോകണം, ഒരു 4-5 ലക്ഷം രൂപ ഉണ്ടാക്കണം, തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വീണ്ടും ഞാൻ എൻ്റെ സംഗീതം പൊടി തട്ടിയെടുത്തു. കീബോർഡ് വീണ്ടും ഒന്നുകൂടി ഒന്ന് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രമിക്കാനൊക്കെ ഒരു അധ്യാപകനെ കണ്ടെത്തി. അദ്ദേഹം സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സാറാണ് എൻ്റെ മാഷ്. അന്ന് വീണ്ടും അദ്ദേഹത്തിനോടൊപ്പം പോയി ചേർന്നു. അദ്ദേഹം ശരിക്കും ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നാൾ, ഒരു വർഷം വരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പിന്നെ പ്രോഗ്രാമിന് പള്ളിക്കോരകളും കാര്യങ്ങൾക്കും പോയി തുടങ്ങിയപ്പോൾ യാദൃച്ഛികമായിട്ട് എന്നെ വിസിറ്റ് ചെയ്ത ഒരു ഫാമിലിക്ക് മക്കൾക്ക് ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു, പിയാനോ ക്ലാസ്. അപ്പം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ പഠിപ്പിച്ചു. അവരെ നല്ല രീതിയിൽ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കുട്ടികളായിരുന്നു വിദേശത്ത്, സൗദി അറേബ്യയിൽ തന്നെ ഒത്തിരി കുട്ടികളായിരുന്നു. അങ്ങനെ സംഗീത ജീവിതം ഒരു 10-15 വർഷം ഈ അധ്യാപകനായിട്ട് തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിലെ പ്രെയർ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു തീം സോങ്, സൺഡേ സ്കൂളിൻ്റെ ഒരു തീം സോങ് ചെയ്യാൻ വേണ്ടി എന്നെ സിറോ മലബാർ സഭയുടെ ചെയ്യാൻ വേണ്ടി എന്നെ അവരെല്ലാവരും കൂടി ഏൽപ്പിച്ചു. അത് യാദൃച്ഛികമെന്ന് വേണം ഞാൻ ചെയ്തപ്പോൾ അത് നല്ല ഹിറ്റായി ആ പാട്ട്. അന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ സംഗീതം സംവിധാനം ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നിയിട്ട് അടുത്ത പ്രോജക്റ്റായിട്ട് ആദ്യം ഞാൻ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തു. വീട്ടിൽ ഒരു സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്തു. ഇതിനേക്കാളും ചെറുതരാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാട്ടുകൾ, 4-5 പാട്ടുകൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പാരൻസൊക്കെ എഴുതി വെച്ച ലിറിക്സുകൾ ചേർത്ത് വെച്ചിട്ട് നല്ല കുറേ സംഗീതം ഉണ്ടാക്കി. അതിന് പിന്നെ ഒരു പ്രൊഡ്യൂസർ വന്നു. ആ പ്രൊഡ്യൂസറും ഞാനും കൂടി ചേർന്നിട്ട് അതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് ആൽബമായ സ്നേഹം അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്, ആദ്യത്തെ ഒരു ആൽബം അതിൽ ഉണ്ടായി. അതിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്ലേബാക്ക് സിംഗേഴ്സ് എല്ലാവരും, വിജയ് വിശ്വാസ് തുടങ്ങി, MG ശ്രീകുമാർ, വിജയ് വിശ്വാസ്, മധു ബാലകൃഷ്ണൻ, കെസ്റ്റർ തുടങ്ങി മാർക്കോസ്, കംപ്ലീറ്റ് പേരും അതിൽ പാടിയ. അതിൻ്റെ പാട്ടുകളുടെ 14 പാട്ടുണ്ട്. 14 പാട്ടിൻ്റെ സംഗീതവും ഓർക്കസ്ട്രേഷനും ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർക്കുകൾ, ഇപ്പോൾ മൊത്തത്തിൽ 4 വലിയ ബിഗ് ബഡ്ജറ്റ് ആൽബങ്ങൾ, ബെറാക്ക, എലിയോ വാനായി, പിന്നെ ഒരു റൊമാൻറ്റിക് ആൽബം, അതിലും 14 പാട്ട്. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടാണ് നാടകത്തിലേക്ക് വരുന്നത്. നാടകത്തിലേക്ക് ശരിക്കും ഞങ്ങളുടെ ബിജു പോൾ നീലേശ്വരൻ എന്ന് പറഞ്ഞൊരു നാടക ഭ്രാന്തൻ എന്ന് പറയാം, അദ്ദേഹം ഉണ്ടായിരുന്നു. നാടകം തുടങ്ങണം. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് സൗദി അറേബ്യ, അറിയാം നിങ്ങൾക്ക്. പക്ഷേ ബിജുവിൻ്റെ ഒരു തീവ്രമായ ആഗ്രഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ കൂടി അങ്ങനെ
പള്ളിയിലെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, ഒരു ഉത്സവത്തിന് വേണ്ടി ഞാനൊരു നാടകം ചെയ്തു ഒറ്റയ്ക്ക്. അതും യാദൃച്ഛികമായിട്ടാണ് അഭിനയത്തിലേക്ക് വന്നത്. കാര്യം അതിൻ്റെ ഒരു മെയിൻ കഥാപാത്രം ഒരു പ്രധാനപ്പെട്ട ഒരു അപ്പനായിരുന്നു. ആ അപ്പൻ്റെ കഥാപാത്രം ചെയ്യാൻ ഞങ്ങളുടെ പ്രയോഗത്തിൽ പലരെയും നോക്കി നടക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പറയും, ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയും ഷിബു തന്നെ ചെയ്താൽ പോരെ. അങ്ങനെ ചെയ്തു, ഞാൻ കാണിച്ചു. റിഹേഴ്സൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ അടക്കം എല്ലാവരും കരഞ്ഞു റിഹേഴ്സൽ കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി അഭിനയിക്കാൻ കഴിയും. അങ്ങനെ ആ നാടകത്തിൻ്റെ തിരശീല വീണ ഉടനെ എന്നെ സ്റ്റേജിൽ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ 2 കവളത്ത് ഉമ്മ തന്നിട്ടാണ് ഈ ബിജു പോൾ നീലേശൻ പറഞ്ഞ, ഷിഫ്റ്റേട്ടാ ഇനി നമുക്ക് ദമാം നാടകവേദി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് കടുവ എന്ന് പറഞ്ഞ നാടകം എടുത്തത്. പക്ഷെ ആ കടുവയിൽ എനിക്ക് തികച്ചും യാദൃച്ഛികമായിട്ടാണ് എന്നെ മെയിൻ വില്ലനാക്കി. മനുഷ്യനെല്ലാവരും വെറുക്കുന്ന ആൻഡപ്പറഞ്ഞൊരു കഥാപാത്രമാക്കി അങ്ങനെ ആക്കി തന്നു. അങ്ങനെ ഞാൻ ആ കഥാപാത്രം ചെയ്തു ഭംഗിയായിട്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അതിൽ 3 പാട്ട്, നല്ല നല്ല ഗാനങ്ങൾ 3 പാട്ട് കമ്പോസ് ചെയ്തു. പിന്നെ റെക്കോർഡിങ് എല്ലാം എൻ്റെ സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നാടകത്തിലേക്കായത്. അത് കഴിഞ്ഞ് പിന്നെ ഷോർട്ട് ഫിലിംസ് സ്വന്തമായിട്ട് തോന്നി സിനിമയൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിലൂടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയ തീം നമ്മൾ തന്നെ എഴുതി, ഞാൻ തന്നെ എഴുതി, ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടി പ്രവാസ് അഭിനയിച്ചു. മക്കൾ അഭിനയിച്ചില്ല, ഞാൻ തന്നെയാണ് അത് മെയിൻ ക്യാരക്ടർ. എല്ലാം നമ്മുടെ ഒരു പരീക്ഷണമാണല്ലോ. പ്രവാസ ജീവിത യാത്ര എന്ന് പറഞ്ഞിട്ടൊരു 10 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം എടുത്തു. അത് ശരിക്കും ഒരുപാട് റിസൾട്ട് ആയിരുന്നു. 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഫേസ്ബുക്കിൽ മാത്രം കണ്ടു. യൂട്യൂബിലൊക്കെ പിന്നെ ഞാൻ ഇടുന്നത്, പക്ഷേ ഫേസ്ബുക്കിൽ കണ്ടു ഒത്തിരി പേര് ഞങ്ങളുടെ അപ്പനും ഒക്കെ ഇങ്ങനെയാണല്ലോ ഗൾഫിൽ ജീവിക്കുന്നതെന്ന്. അതുപോലൊരു ശരിക്കും ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ചെയ്തതാണ്. അങ്ങനെ നാടകത്തിലേക്ക് വന്നത്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടേ, ഈ ഷിബു മ്യൂസിക് അക്കാഡമി എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇത് തുടങ്ങാനുണ്ടായ കാരണം എങ്ങനെയാണ്? തുടങ്ങുന്നത് ഇവിടെ വെച്ചല്ല. ശരിക്കും സൗദി അറേബ്യയിൽ ഞാൻ പറഞ്ഞില്ല 25 വർഷമായിട്ട് അവിടെ പഠിപ്പിക്കുന്ന മെയിൻ ഒരു അധ്യാപകനായിരുന്നു. ദമാമിലും കോബാറിലും ഒക്കെ എല്ലാവർക്കും അറിയാം, ഇന്നും അറിയാം. ഞാൻ ഇന്നും ക്ലാസ്സുകളുണ്ട്, അവിടുത്തെ കുട്ടികൾ ഇന്നും പഠിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലും ബഹ്റൈനിലും ദുബായിലും അമേരിക്കയിലും USA, കാനഡ എല്ലായിടത്തും ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സസിന് ഇപ്പോൾ ഒത്തിരി പിള്ളേരാണ്, ഒരുപാട് പിള്ളേർ ഇവിടെ വരുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ട്, വൈകിട്ട് എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി ലെവലിൽ ഇവിടെ അത് ഡെവലപ്പ് ചെയ്യണം. പാലായിൽ അങ്ങനെ ഒരു അക്കാഡമിക് ലെവൽ ഇല്ല എന്നൊരു തോന്നൽ തോന്നിയിട്ടാണ് ഇവിടെ തന്നെ ഞാനത്. ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നുള്ളത്? ഇവിടെ കീബോർഡ് മാത്രമല്ല, കീബോർഡും ഗിറ്റാറും വയലിൻ ആണ് പഠിപ്പിക്കുന്നത്. വയലിൻ്റെ ക്ലാസ് മോനാണ് എടുക്കുന്നത്, മോൻ വയലിനിസ്റ്റ് ആണ്. അതാണ് മോള് ഒരു സപ്പോർട്ടായിരുന്നു എനിക്ക്, മോള് കൂടെ ഒന്ന് ഇവിടെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അവളിപ്പോൾ അവളുടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി കാനഡയ്ക്ക് പോയി. പിന്നെ കാനഡയ്ക്ക് പോയെങ്കിലും അവള് പിയാനോ അവിടെ ഇപ്പോൾ ട്യൂട്ടറായിട്ട് ഒരിടത്ത് ജോയിൻ ചെയ്തു പഠിപ്പിക്കാനൊക്കെ. കാരണം മോളും ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഏജ് വയസ്സൊന്നും അങ്ങനെയല്ല, പ്രായമായുള്ളവരൊക്കെ ഒത്തിരി പേര് ഇവിടെ വരും. അപ്പോൾ എനിക്ക് പഠിക്കാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു സ്റ്റുഡൻറ്റ് പീരുമേട്ടിൽ നിന്ന് 47 വയസ്സുള്ള ഒരു അദ്ദേഹം വരുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്, തൊടുപുഴയിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ട്. കുട്ടികളും ആൾക്കാരും ഒക്കെ ആയിട്ട് പഠിക്കാം, നമുക്കും പഠിക്കാം, ഒരു കുഴപ്പമില്ല. ഫീസൊക്കെ എങ്ങനെ വരുന്നത്? ഫീസ് ഇവിടെ മാസത്തിൽ ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് 1000 ആണ്. ഓൺലൈൻ ക്ലാസ്സുകൾ ഓരോ രാജ്യങ്ങളനുസരിച്ച്, ഇപ്പോൾ യൂറോപ്പ് കൺട്രിയിലാണെങ്കിൽ $100 ആണ്. സൗദി ഗൾഫൊക്കെ അവിടുത്തെ റിയാൽസ്. പിന്നെ ഇന്ത്യക്കകത്തുള്ള കുട്ടികൾക്ക്, ഇന്ത്യൻ പാരൻസ് ആണെങ്കിൽ വേറൊരു എമൗണ്ട്. അങ്ങനെയാണ്. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇവിടെ? ഇപ്പം 10-60ഓളം പിള്ളേർ ഓഫ്ലൈനിൽ. യെസ്, മൊത്തത്തിൽ വിദേശത്തൊക്കെ ഒത്തിരി പിള്ളേരുണ്ട്. ഗൾഫ്, USA, കാനഡ, ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഒത്തിരി പിള്ളേരുണ്ട് പഠിക്കുന്നത്. കൂടുതൽ സ്കൂൾ കുട്ടികളാണോ അതോ? സ്കൂൾ കുട്ടികളും പാരൻസും ഉണ്ട്, വലിയ ആൾക്കാരും പഠിക്കുന്നുണ്ട്. കാര്യം ഇപ്പം ഇവിടുത്തെ തന്നെ നമ്മുടെ അടുത്തുള്ള ഡോക്ടേഴ്സ്, പല നമ്മുടെ മെരിയലിൻ്റെ അവിടെ ഇവിടെ പഠിക്കുന്ന ഒത്തിരി ഡോക്ടേഴ്സൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ സ്ട്രെസ്സിനിടയിലും അതൊരു റിലീഫ് കിട്ടാൻ വേണ്ടി ഒരു കോഴ്സായിട്ട്. പക്ഷേ എൻ്റെ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു സിലബസിൽ ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വക ഒരു ബുക്ക് ആരും ഇറക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇത്രയും വർഷം 30 വർഷത്തെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ തന്നെ ഒരു സിലബസ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അത് വേറെ ആർക്കും പുറത്ത് കൊടുക്കാനോ ബിസിനസ്സിനോ അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികൾക്കുള്ള ഒരു ബുക്കായിട്ട്. എത്ര മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ 90 മുകളിലായി. സംഗീതം കൊടുത്തിട്ടുണ്ട്. 100ഓളം പാട്ട് എല്ലാം
100ഓളം പാട്ടുകൾക്ക് സംഗീതം സംവിധാനം ചെയ്തിട്ട് ഓർക്കസ്ട്രേഷൻ കൊടുത്തു തന്നെ അറൗണ്ട് 80ഓളം പാട്ടുകൾ അടുപ്പിച്ചായി ഉണ്ടല്ലേ. ഒത്തിരി പാട്ടായി. ഇത്രയൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകൾക്ക് വളരെ കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ വളരെ കുറവാണ്. കാര്യം ഇപ്പോൾ ഈ ആൽബങ്ങൾ നമ്മുടെ CD വർക്കുകളൊന്നും ഇല്ല. ആരെങ്കിലും ഒറ്റപ്പെട്ട ഒരു പാട്ട് ചെയ്യാൻ വരുമ്പോൾ അതിന് പിന്നെ 100 ചോദ്യങ്ങളുമായിരിക്കും. കാര്യം അവരുടെ ബഡ്ജറ്റ് കുറയ്ക്കണം. അപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരും. പക്ഷെ അത് നമ്മുടെ സംഗീതത്തെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വർക്കുകൾ അധികം എടുക്കാറില്ല. മാന്യമായിട്ടുള്ളൊരു ബഡ്ജറ്റ് വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുക്കണം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ രാജേഷ് ശർത്ര പോലുള്ള ഫ്ലൂട്ടിസ്റ്റും ഫ്രാൻസിസ് അങ്ങനത്തെ നല്ല കൊച്ചിയിലെ നല്ല ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ നിന്ന് എനിക്ക് താഴേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു കീബോർഡിൽ ഇതൊക്കെ ഇട്ടൊരു പാട്ട് മതി എന്ന് പറയും. പക്ഷേ നമുക്കത് പറ്റത്തില്ല. ഇത്രയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ സിനിമയിൽ ഇതുവരെ പാടാനോ സംഗീതം ചെയ്യാനോ മറ്റേ സിനിമയിൽ ആക്ച്വലി ഈ എൻ്റെ സംഗീത ജീവിതത്തിൽ 25 ഇയേഴ്സ് സൗദിയിലായിരുന്നു. ആ സൗദിയിലായിരുന്നത് കാരണം നമുക്ക് നാട്ടിലെ ഒരു സിനിമ ഫീൽഡുമായിട്ടൊരു ബന്ധങ്ങളില്ല. പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ നമ്മുടെ പാലയിലെ മാത്യു എന്ന് പറയും, അദ്ദേഹം ഫിലിം ഡയറക്ടറൊക്കെയാണ്, പ്രിയദർശൻ്റെ കൂടെയൊക്കെ അസിസ്റ്റൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രോജക്റ്റിന് വേണ്ടി 3 പാട്ട് ചെയ്യണമെന്ന് എനിക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ ഒരു പാട്ട് ആദ്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമായി. ആ കഥയ്ക്കനുസരിച്ചുള്ള ഒരു പാട്ടായിരുന്നു. വർക്ക് വന്നാൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല മെലഡീസോ നല്ല ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് റൊമാൻറ്റിക് ആൽബംസും ഒക്കെ ചെയ്തത്. എല്ലാം ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. താങ്കൾ തിരുവനന്തപുരം സ്വദേശിയാണല്ലോ. ഈ പാലായിൽ എങ്ങനെ എത്തി? പാലായിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു വിവാഹം വന്നു. ഇവിടെ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഭരണങ്ങാനംകാരിയാണ്. അങ്ങനെയാണ് പാലായിലേക്ക് എത്തിയത്. ചേക്കേറാൻ ഒരു കാരണം, തിരുവനന്തപുരത്ത് അമ്മയുണ്ട്, വീടൊക്കെ ഉണ്ട്. അപ്പോൾ സെറ്റിൽ ആവാമെന്ന് വിചാരിച്ചപ്പം പാല ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ പാല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാര്യം വെക്കേഷൻ വരുമ്പോഴൊക്കെയും നിരവധി തവണ വന്നു പോകുന്ന കാരണം പാലയുടെ ഇപ്പം സ്പെഷ്യലി പാലയുടെ വെള്ളം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പാലയിൽ സെറ്റിൽ ആവാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ എനിക്ക് വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ചു. അത് സാധ്യമായി. പിന്നെ കുട്ടികളൊക്കെ മക്കൾ 2 പേരാണ്. മോള് BBA കഴിഞ്ഞിട്ട് മോളിപ്പം റീസെൻ്റ്ലി 2 ആഴ്ചയായുള്ളൂ കാനഡയിലേക്ക് പോയി ഹയർ സ്റ്റഡിക്ക് PG ചെയ്യാൻ വേണ്ടി പോയി. മോൻ ജോഷുവ, മോൻ ഇവിടെ സെൻറ് തോമസ് കോളേജിലെ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു. അവനും വയലിനിസ്റ്റാണ്. മോളും പിയാനിസ്റ്റാണ്. ഇപ്പോൾ അവിടെ പോയിട്ടും ട്യൂട്ടറായിട്ട് ജോലി തുടങ്ങി. പഠിത്തവും ജോലിയും. ഭാര്യ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കലാപരമായ ഇതിലുള്ള? ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ കുക്കാണ്. ഏതെങ്കിലും ഒരു ഇത് വേണം. നല്ല കുക്കാണ്. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതാണല്ലോ അത്യാവശ്യം. അപ്പൊ ആ പാട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ ഇവിടെ ഗസ്റ്റ് വന്നാലും ആര് വന്നാലും പുള്ളിക്കാരി അതിന് എത്ര പേരുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടാക്കി തരാനൊക്കെ അതിൽ ഭയങ്കര ഹരമാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇതിനെ സംബന്ധിച്ച് കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും 2 രീതിയിൽ എടുക്കുന്നുണ്ട് ക്ലാസ്. ഇപ്പം ഇന്ത്യക്കകത്ത് തന്നെ ഡൽഹി, തമിഴ്നാട്, തിരുവനന്തപുരം മുതലുള്ള എല്ലാ പ്രദേശങ്ങളിലും കുട്ടികളുണ്ട്. പിന്നെ ഇവിടെ വന്ന് പഠിക്കുന്നവരുണ്ട്. അതുപോലെ വിദേശത്ത് യൂറോപ്പ് കൺട്രിയിൽ, ഗൾഫ് കൺട്രീസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. വന്ന് പഠിക്കുന്നവർക്ക് ഇവിടെ വന്ന് എല്ലാ ദിവസവും ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ലണ്ടൻ ട്രിനിറ്റിയുടെ അതേ നൊട്ടേഷൻസും കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെല്ലാം ഹൈലി പ്രൊഫഷണലാണ്. ഇവിടെ എൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കി അറിയാം. അതുപോലെ ടാലൻറ്റും അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു ട്രെയിനിങ് കൊടുത്താലേ ഏത് കുട്ടീനെ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഒരാൾ വന്നാൽ പോലും ഏതൊരാൾ വന്നാലും പഠിപ്പിച്ചെടുക്കും. 100% ഗ്യാരണ്ടിയാണ്. അതാണ് എൻ്റെ ഒരു വിജയം. ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം അതാണ്. ആസ് എ ട്യൂട്ടർ പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ്. പിന്നെ ഷോസ് നടത്തുന്നുണ്ട്. പഠിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് തന്നെ നല്ല ഷോസ് ഇവിടെ പാലായാലും ഒക്കെ നടത്തി എല്ലാം നല്ല സക്സസ് ആണ്. പിന്നെ അക്കാഡമിയുടെ ലെവലിൽ ഗാനമേള ചെയ്യുന്നുണ്ട്. അത് ക്ഷണിക്കപ്പെട്ട നല്ല ഒരു പള്ളിയിലോ എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി ട്രൂപ്പായിട്ടല്ല, അതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കൊരു ഇത് കിട്ടും എല്ലാവർക്കും. ഇപ്പം നിരവധി അനവധി
ഗാന സംവിധാനത്തിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെയും നാടകത്തിലൂടെയും ശ്രദ്ധേയനായ താങ്കൾക്ക് സിനിമയിൽ നല്ലൊരു അവസരം കിട്ടി കൂടുതൽ പ്രഗത്ഭനായി പ്രശസ്തനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വൈഗ ന്യൂസിന് വേണ്ടി ഇത്ര നേരം സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു. കണ്ടറിഞ്ഞു വാങ്ങാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ്ലാൻഡ് ഓപ്റ്റിക്കൽസ്, പുതുമന ടവർ, പാല.